അന്ന് ഞാൻ പറഞ്ഞില്ലേ ലോങ് വീഡിയോ ഇടുന്നത്, പക്ഷെ നിങ്ങളാരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് ഈ കല്യാണം കണ്ടിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് കാണിച്ചിട്ട് എനിക്ക് പലതും കിട്ടാനുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ബാക്കല്ല, ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ഞാൻ വെയിറ്റ് ചെയ്ത് ഒക്കെ ചെയ്തൊരു വർക്കാണ്. ഇത് എനിക്ക് ഏകദേശം ഒരു 10 മീറ്റർ അത് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിന് ഞാൻ ഈ ഒരു ലുക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ലാസ്റ്റ് സ്റ്റിച്ചിങ് കഴിയുന്നവർ ഇങ്ങനെ ആവുമോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ടോട്ടലി ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ ഞാൻ ആ നെക്ക് ഡിസൈൻ്റെ കാര്യം പറഞ്ഞത്, അതിനി പല കമൻറ്റും വരും. ജനലാണോ, ജനൽ കെട്ടി അടയ്ക്കാൻ സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. കാരണം നിങ്ങൾ പറയുന്നല്ല, പലരും പറയും, നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പറയും. പക്ഷേ എനിക്കതിൽ വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടമുണ്ട്. ഏറ്റവും ലൈഫിലെ ഒരു നല്ലൊരു മൊമെൻ്റ് അല്ലേ ഇത്. നമ്മൾ ഈ താലമൊക്കെ പിടിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ കൊണ്ടുപോയി ചെക്കൻ്റെ ഫാമിലിയിലുള്ളവർക്ക് കൊടുത്ത് അവരെ വരവേൽപ്പിച്ച് വന്ന് ആൾ തലയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ആളുടെ കയ്യിലേ അല്ലേ. പിന്നെ ആ ഒരു ബന്ധം, അത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കല്യാണം കഴിഞ്ഞ് വേറൊരാളുടെ ഭാര്യ ആവുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സംഭവമല്ലേ. അപ്പോൾ സെൻറ്റി വിട്ടിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. എല്ലാവരും പറയും നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ക്യാമറമാരുടെ ബാക്ക് ആണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. പക്ഷേ ഞങ്ങൾ കണ്ടത് ക്യാമറമാരുടെ മാത്രം ബാക്കല്ല, അവിടെ വന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ബാക്കാന്ന് വേണം പറയാൻ. കാരണം എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ടുണ്ടല്ലോ, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇരുന്നിട്ട തലയിട്ടെന്ന്. അല്ല, നോ, അവർ എണിച്ച് നിന്നിട്ട തലയിട്ടെന്ന്. അപ്പോൾ ഇന്നൊട്ടും പറയണ്ടല്ലോ, ചുറ്റും നിന്നിട്ട് നല്ലവർക്ക് പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ ഡൗട്ടാണ്. ഈ തലയിട്ടുന്ന മൊമെന്റ്സ് ഒന്നും എനിക്കത് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതേ കാണുന്ന ചെക്കനുണ്ടല്ലോ, ഇവൻ്റെ ഫോണും എടുത്ത് ഇവനെ കൊണ്ട് എടുപ്പിച്ചതാണ് അതൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ കാണുന്നത് ഇത് ചെക്കൻ്റെ ഗ്യാങ്ങാണ് കേട്ടോ, ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ ടീമാണ്. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഫോൺ കൂടെ കൊടുത്തൊരു വീഡിയോ എടുത്തു. ഇത് ആങ്ങളം വരും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനുള്ള പോക്കിലായിരുന്നു. അടപ്പുറത്തമ്മ കൂട്ടി നല്ലൊരു സദ്യയ്ക്ക് ശേഷം നമുക്ക് നെക്സ്റ്റ് ഉള്ളത് റിസപ്ഷനാണ്. അവിടേക്ക് ഞാൻ റിസപ്ഷൻ്റെ ഒക്കെ കുറച്ചൊന്ന് സിമ്പിളാക്കി. ഇത് സിമ്പിളാണല്ലോ അല്ലേ. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ടോപ്പ് എന്നുള്ള രീതിക്ക് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ ട്രാവലറിലാണ് പോയത്. ഡാൻസൊക്കെ കളിച്ച് തുള്ളിക്കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയെന്ന് പറയാം. ഏകദേശം ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. പക്ഷേ തുള്ളിക്കൊണ്ട് പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയ ഒരു ഫീലായിരുന്നു. നമ്മൾ ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ ടയേർഡായിട്ടിരിക്കുന്നുണ്ട്. അവൾ തിരിച്ച് വരുമ്പോൾ വയറ്റിനകത്ത് വലതൊക്കെ കയറ്റിയിട്ട് കളിക്കാൻ നോട്ട് വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേലേക്ക് പോയി ഫോട്ടോ എടുക്കാൻ പോയി. അപ്പോൾ ഇതായിരുന്നു അവരുടെ ആ ഒരു റിസപ്ഷൻ ലുക്ക്. നമുക്ക് എവിടെ പോയാലും വീഡിയോ ആണല്ലോ വലുത്. പിന്നെ വീഡിയോ എടുത്ത് നേരെ ഫുഡ് അടിക്കാൻ പോയി. ഫുഡ് അടിക്കാൻ നല്ല ഫുഡായിരുന്നു. അപ്പോൾ പല വെറൈറ്റീസൊക്കെ കഴിച്ച് ഡയറ്റാണ് ഞാൻ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ കഴിച്ചു, 3-4 ഐസ്ക്രീം കൂടുതൽ കഴിച്ചു. പിന്നെ എപ്പോഴത്തെയും പോലെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ വെഡ്ഡിങ് വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ വന്നിരിക്കും. അപ്പോൾ ടാറ്റാ.